ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാണിജ്യ അടിസ്ഥാനത്തിലുള്ള അലങ്കാര കൃഷി രീതികളിൽ ഏറ്റവും പ്രധാനമായി മുന്നിട്ട് നിൽക്കുന്ന ഒരു അലങ്കാര സസ്യമാണ് നമ്മുടെയൊക്കെ വീട്ടിലുള്ള ആന്തൂറിയം എന്ന് പറയുന്ന പ്ലാന്റ്. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ പല വെറൈറ്റീസ് ഓഫ് ആന്തൂറിയം എല്ലാവരുടെയും വീടുകളിൽ കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ആന്തൂറിയം പ്ലാന്റിൻ്റെ പോട്ടിങ്ങും കെയറിങ്ങും ഒക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. പോട്ടി മിക്സ് ഒക്കെ നമ്മൾ സാധാരണ പ്ലാന്റിനൊക്കെ ചെയ്യുന്നതിനേക്കാൾ വ്യത്യാസപ്പെടുത്തിയാണ് അതിൻ്റെ പോട്ടി മിക്സ് ഒക്കെ നമ്മൾ ചെയ്യേണ്ടത്. ആന്തൂറിയം പ്ലാന്റിൻ്റെ കെയറിങ്ങും പോട്ടി മിക്സും ഈ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പ്ലാന്റ്സ് ഓൺലൈനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിലൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്ലാന്റ്സ് ഓർഡർ ചെയ്യാവുന്നതാണ്. ഓൺലൈനായിട്ട് പ്ലാന്റ്സ് അയക്കുമ്പം എല്ലാവരും ചോദിക്കാറുണ്ട്, നമ്മൾ ബാൾസ് ഒക്കെയാണ് കൂടുതലായിട്ട് സെയിൽ ചെയ്യുന്നത്. അപ്പം ഫ്ലവറിങ് പ്ലാന്റ്സ് ആയ ജെറേനിയം, കലാഞ്ചിയ, അതുപോലെ പെറ്റൂണിയ അങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ ഒരുപാട് പേര് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് നമ്മുടെ അടുത്ത് ഇത്ര കാലം എത്തിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് അതിൻ്റെ സ്റ്റോക്ക് ഫുള്ളായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ്. ഈ പറഞ്ഞ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ ആന്തൂറിയത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഇപ്പം നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സ് പോലെ തന്നെ വാണിജ്യാടിസ്ഥാനത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളൊരു അലങ്കാര സസ്യമാണ് ആന്തൂറിയം പ്ലാന്റ്. ഇപ്പം മനോഹരമായ ഇലകളും അതുപോലെ തന്നെ പൂക്കളുമാണ് ഈ ഒരു ആന്തൂറിയം പ്ലാന്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കറിയാം ആന്തൂറിയത്തിൻ്റെ ഫ്ലവർ നല്ല ഒരു ഹാർട്ട് ഷേപ്പിലാണ് ഇരിക്കുന്നത്. മാത്രമല്ല നമുക്കൊരു ആർട്ടിഫിഷ്യൽ ലുക്ക് തരാൻ, അതായത് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വെക്കുമ്പോൾ അതേ ഒരു ലുക്ക് തരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ആന്തൂറിയത്തിന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഒരു ഇഷ്ട പ്ലാന്റ് കൂടിയാണ് ആന്തൂറിയം പ്ലാന്റ്. അപ്പോൾ നമ്മളിത് വളർത്തുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ പോട്ടി മിക്സ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ആന്തൂറിയം പ്ലാന്റുകൾ പല തരത്തിലുണ്ട്. അതായത് മിനിയേച്ചർ ടൈപ്പും അല്ലാതെ നമ്മൾ സാധാരണയായിട്ട് വളർത്തുന്നതുകൊണ്ട് പൂക്കൾക്കായി വളർത്തുന്ന ആന്തൂറിയം പ്ലാന്റ്സിൻ്റെ പൂക്കളിൽ വ്യത്യാസം ഉണ്ടാവും. അതായത് നല്ല ഹാർട്ട് ഷേപ്പിലുള്ള പൂക്കളായിരിക്കും അതിൻ്റെ പ്രത്യേകത. മാത്രമല്ല അതിൻ്റെ പൂക്കൾക്ക് ചെറിയ നല്ല രീതിയിലുള്ള ചുളിവുകൾ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള പൂക്കളാണ് കാണാൻ കുറച്ചുകൂടി ഭംഗി. ഇത് നമ്മൾ മിനിയേച്ചർ ടൈപ്പിലുള്ള ആന്തൂറിയാണ് നമ്മളിവിടെ നടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള പോട്ടി മിക്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മണ്ണാണ്. നല്ല നമ്മുടെ ഗാർഡൻ സോയിൽ നല്ല രീതിയിൽ പൊടിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് കരിയാണ്. കരി നമുക്ക് അടുപ്പിൽ നിന്നൊക്കെ ധാരാളമായിട്ട് ലഭ്യമാണ്. നമ്മുടെ ഓർക്കിഡൊക്കെ നടുന്ന അതേ രീതിയിൽ തന്നെയാണ് ഏകദേശം ഇതിൻ്റെ ഒരു പോട്ടി മിക്സ്. പിന്നെ നമുക്ക് വേണ്ട ചകിരിച്ചോറ്, പിന്നെ മണലാണ്. അപ്പം നല്ലതായിട്ട് വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ള പോട്ടി മിക്സാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ചകിരികയാണ് കേട്ടോ. ഇതും നമുക്ക് വളരെയധികം ഗുണം ചെയ്യുന്നൊരു സാധനമാണ് ചകിരി. നമ്മൾ ഓർക്കിഡൊക്കെ നടുമ്പോൾ നമുക്കറിയാം ഒത്തിരി വായു സഞ്ചാരമുള്ള രീതിയിലുള്ള ഒരു പോട്ടി മിക്സാണ് നമ്മൾ ഓർക്കിഡൊക്കെ നടാനായിട്ട് യൂസ് ചെയ്യുന്നത്. സെയിം അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ ആന്തൂറിയവും നടാനായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പോട്ടി മിക്സിലെ ഈ ആന്തൂറിയം നല്ല ഹെൽത്തി ആയിട്ട് വളരുകയുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യമായിട്ട് നമ്മുടെ ചകിരി നമ്മൾ പൊളിച്ചെടുത്ത ചകിരിയാണ്, ചകിരി ചോറല്ല, ചകിരി പൊളിച്ചെടുത്ത് നമ്മുടെ ചട്ടിയുടെ അടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചട്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് നീർവാഴ്ചയുള്ള, അതായത് നല്ല രീതിയിൽ ദ്വാരം തുളച്ചിട്ടുള്ള ഒരു ചട്ടി ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ചകിരിയുടെ മുകളിലേക്ക് ഞാൻ കുറച്ച് കരിക്കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കരിക്കഷ്ണത്തിന് മുകളിലായിട്ട് നമ്മൾ പോട്ടി മിക്സ് ഇടാൻ പോവാണ്. പോട്ടി മിക്സിൽ നമ്മൾ ഇവിടെ മണ്ണും മണലും അതുപോലെ നമ്മുടെ കൊക്കോപീറ്റും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. കൊക്കോപീറ്റ് നമ്മുടെ കമ്പോസ്റ്റ് അടങ്ങിയ കൊക്കോപീറ്റാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളത് നിങ്ങൾക്ക് നഴ്സറികളിൽ നിന്നൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ വീട്ടിൽ ചകിരിച്ചോറൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കരിക്കഷ്ണം നമ്മൾ ഇതിലേക്ക് മിക്സിങ്ങിൽ കൂട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ മണ്ണ്, മണൽ, അതുപോലെ കൊക്കോപീറ്റ് ഇത് മൂന്നും കൂടി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെർമി കമ്പോസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്തോളൂ കേട്ടോ. അപ്പം അതും വളരെ നല്ലതാണ്. അപ്പം ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതിന് മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പോട്ടൊരു പകുതി ആക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ആന്തൂറിയം റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അപ്പം ആന്തൂറിയത്തിന് മിനിയേച്ചർ വെറൈറ്റി അല്ലെങ്കിൽ സാധാരണ വെറൈറ്റീസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. മിനിയേച്ചർ ആകുമ്പം ചെറിയ രീതിയിൽ കുറ്റിയായിട്ട് നിൽക്കുകയുള്ളൂ. മറ്റ് ആന്തൂറിയം പോലെ ഒത്തിരി വലുതാവുന്നൊരു പ്ലാന്റ് അല്ല.
അപ്പം നമ്മൾ ചെറിയ ചട്ടികളൊക്കെ നടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പം ഈ പ്ലാന്റ് നിറച്ച് നമ്മുടെ ചട്ടിയിൽ നിറഞ്ഞു വരികയും പുതിയ തൈകളൊക്കെ ഉണ്ടായി വരികയും ചെയ്യും. ആ സമയത്ത് നമ്മൾ ഇതിൻ്റെ തൈകളൊക്കെ മാറ്റി മാറ്റി നമുക്ക് നട്ടു കൊടുക്കാവുന്നതാണ്. അങ്ങനെയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ പ്രധാനമായിട്ടും നടക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇപ്പം നട്ട് കഴിഞ്ഞിട്ട് കുറേ കാലം കഴിഞ്ഞ് നമുക്ക് പോട്ട് കുറച്ചുകൂടി വലിയ പോട്ടിലേക്ക് വേണമെങ്കിൽ അങ്ങനെ ആക്കാവുന്നതാണ്. അതല്ല നമുക്ക് തൈകൾ പറിച്ച് മാറ്റി നടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ വളരെയധികം തണൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ആന്തൂറിയം. നമ്മൾ നട്ടതിന് ശേഷവും ഒത്തിരി വെയിലുള്ള സ്ഥലത്തൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ് നശിച്ചു പോകും. അതുകൊണ്ട് ഒത്തിരി വെയിലൊന്നും ഇല്ലാത്ത നല്ല തണലുള്ള സ്ഥലത്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ വളങ്ങളായിട്ട് നമുക്കിതിന് യൂസ് ചെയ്യാൻ പറ്റുക നമ്മുടെ NPK 19-19-19 നമുക്ക് ഒരു 2 മുതൽ 4 ഗ്രാം വരെ 1 ലിറ്ററിൽ കലക്കിയിട്ട് ആഴ്ചയിൽ 2 ദിവസം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ സാഫ് എന്ന വളം നമുക്ക് അതിൻ്റെ കാര്യങ്ങളോ അതൊക്കെ എങ്ങനെയാണ് പ്രയോഗിക്കുന്നതെന്നൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ സാഫും വളരെ നല്ലതാണ്. ഒരു 2 ഗ്രാം 1 ലിറ്ററിൽ കലക്കിയിട്ട് നമുക്ക് ചെടികൾക്ക് സ്പ്രേ ചെയ്യാവുന്നതാണ്. എൻ്റെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വളരെ നല്ലൊരു വളമാണ്. അപ്പോൾ ഇതിന് വരുന്ന രോഗബാധകൾ എന്ന് വെച്ചാൽ അതായത് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ നമ്മുടെ ചെടിയെ ബാധിച്ചേക്കാം. അത് നമ്മുടെ ചെടിയുടെ ഇലയും പൂക്കളൊക്കെ കരിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് തടയാനായിട്ട് വേപ്പെണ്ണ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ മഴക്കാലത്തൊക്കെ നമ്മൾ നന്നായിട്ട് ഇത് കെയർ ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടി ഇലകളൊക്കെ ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരുപാട് വെള്ളമൊക്കെ വീഴുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒത്തിരി പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒത്തിരി വാർന്നു പോകുന്ന രീതിയിലുള്ള ഒരു പോട്ടി മിക്സ് ചകിരിയും അതുപോലെ കരിക്കട്ടയൊക്കെ വെച്ചിട്ട് നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതേ ഒരു രീതിയിൽ തന്നെ നടാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരുകയുള്ളൂ. സാധാരണ മണ്ണിലേക്ക് നമ്മൾ നടുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലൊരു പോട്ടി മിക്സ് ആണ് ഇപ്പം ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പോട്ടി മിക്സ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പം ആന്തൂറിയം പ്ലാന്റ് ഇൻഡോറൊക്കെ ആയിട്ട് വളർത്തുന്നവരുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ചൊരു സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ പ്ലാന്റ് അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കറിയാം പ്ലാന്റ് വെളിച്ചം കിട്ടാതെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ പ്ലാന്റിന് ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യം നനവും ഈർപ്പവും തണുപ്പും തണലും ഒക്കെ ആവശ്യമുള്ളൊരു പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ദിവസവും ഉള്ള നന ഈ ഒരു പ്ലാന്റിന് വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം വേനൽക്കാലത്തൊക്കെ നമ്മുടെ ചെടി വെള്ളം കിട്ടാതെ ഒക്കെ പ്രശ്നം സംഭവിക്കാം. അതുകൊണ്ട് സ്ഥിരമായിട്ടുള്ള നനവ് എപ്പോഴും പ്ലാന്റിന് ഉണ്ടാവണം. അതായത് പോട്ടി മിക്സ് നിങ്ങൾക്കൊന്ന് തൊട്ട് നോക്കിയാൽ തന്നെ നനവുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഒത്തിരി നനവില്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നനച്ചു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആന്തൂറിയം പ്ലാന്റൊക്കെ വീട്ടിൽ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് കെയർ ചെയ്യാനും വളർത്താനും പറ്റുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.